ഹലോ ഗൈസ്, ഹലോ. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ വീണ്ടും അന്ന് പി സി സെറ്റപ്പ് ആക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവിടെ എന്തൊരു നീല കളറ് അടിച്ചു പോയാ. ഓ, പി സി സ്റ്റാർട്ടാക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ആ കത്തി അവിടെ നിർത്തുമായിരുന്നു കേട്ടോ. കത്തി എടുത്തിട്ട് ചെമ്മരം മാറ്റി. ഹീറ്റ് വീണ്ടും കൂടിയാ. എ സി ഇതിന് വർക്ക് ചെയ്യാത്തണ്ടാണോ? വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ ഒരു എ സിയും കൂടി വെക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, വെച്ചേക്കാം. എ സി ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എ സിയെ ഞാൻ ഇവിടെ എ സി നിരത്തി വെക്കാൻ പോയി. അവിടെ എന്തായാലും മോഡലന്മാർ ഇത് വെക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ എ സി എങ്കിൽ എ സി ടേൺ ഓൺ 24. ഒരു കുഴപ്പമില്ല. ഇനി തണുക്കണമെന്ന് പറയും ചിലപ്പോൾ. അതെ, ഇപ്പം ഇതിനൊരു പ്രശ്നമുണ്ട്. അയ്യോ, എൻ്റെ ക്യാമറ എന്തി? എൻ്റെ ക്യാമറ, ആ ക്യാമറക്കൊരു പ്രശ്നം പറ്റി. വെബ് ക്യാം ഫോർ സ്ട്രീമിംഗ് എന്നൊക്കെ പറയുമെങ്കിലും ആ ക്യാമറ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതെന്താന്ന് എനിക്കറിയാത്ത. ഇത് ഇവിടെ ലോങ്ങി വല്ലതും വെക്കണം. ഇനി നോക്കട്ടെ ഏട്ടാ. ഞാൻ OPS എടുത്തു. ഷോ ക്യാമ കൊടുക്കുമ്പോൾ ക്യാമറ നോട്ട് ഫൗണ്ട് എന്ന് കാണിക്കുന്നത്. അതുകൊണ്ടപ്പോൾ ഇനി ഞാൻ പുതിയ ഇതൊക്കെ എന്തൊരു ഇനി ഞാൻ വീണ്ടും ക്യാമറ ഓർഡർ ചെയ്യണം. അല്ല, ഞാൻ എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. നോക്കട്ടെ കേട്ടാ. ഇല്ല, ഒരു ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ വെക്കുക. റൂമിൽ തന്നെ വെക്കുക. റൂമൊന്ന് അറിഞ്ഞിരിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓക്കെ. നല്ല ചെടിയാണ് കേട്ടോ, കുഴപ്പമില്ല. അപ്പം ഞാൻ വേറൊരു നല്ലൊരു വെബ് ക്യാമ നോക്കി വാങ്ങിക്കണം. പക്ഷെ നെറ്റൊക്കെ വിഷയം കേട്ടാ. എവിടെ ക്യാമറ? വലിയ ക്യാമറ ഇനി വേണ്ട. അത് മൂഞ്ചിച്ചെന്നെ ആളെ കളിയാക്കാൻ വേണ്ടിയിട്ട്. 720p അല്ല, ഇത് മറ്റേ സ്റ്റാൻഡും ഇരിക്കുന്നതാണ്. ഇത് കൊള്ളാം. നിക്കോ D50 അല്ലെങ്കിൽ നിക്കോ D50 ആഡ് ടു കാർട്ട്. ഓർഡർ. ഇനി എന്തല്ല, ഇനി ഒന്നുമില്ലല്ലേ. ഇനി ഫർണിച്ചർ, ഫ്രിഡ്ജ് വേണം. ഫ്രിഡ്ജ് ഇത് നല്ലൊരു ഫ്രിഡ്ജാണ്. ഇരിക്കട്ടെ. ലാമ്പ് ഇതൊക്കെ ഇപ്പം എന്തിനല്ലേ? ലൈറ്റൊക്കെ വേണ. ഓവറല്ലേ ഇതൊക്കെ? വേണ്ട. AC ഉള്ളപ്പോൾ എന്തിനാ പിന്നെ വെന്റിലേറ്റർ? ഒരു വാഷിംഗ് മെഷീൻ കിട്ടെ പേരിന്. അതിന് മറന്നില്ല, എന്നാലൊരു പേരിന് ഒരു വാഷിംഗ് മെഷീൻ. ടോയ്ലറ്റ് വേണം. 800. ഓക്കെ, ഇരിക്കട്ടെ. ബാത്ത് ഏതാ? സോഫ 400, 600, 1800. 5 സ്റ്റാർ സോഫ ഇല്ല ഇവിടെ? 5 സ്റ്റാർ സോഫ ഇടതൊരു ആൾക്കുള്ള സോഫ അല്ലേ? അത് വേണം. കുറേ ടല്ലത്. എവിടെയോ ഇത് വെള്ളം. ഇത് മതി. കയ്യിൽ കാശ് 58 ഉണ്ട്. ഇതെന്തൊരു ഷെൽഫ്? എന്താ ഷെൽഫ്? എവിടെ വെക്കാനാ? ഷെൽഫിൽ എന്തെങ്കിലും വെക്കാണ്ട? വീടൊക്കെ ഞാൻ ഇപ്പം എന്തിനാ ഫർണിഷ് എനിക്കിപ്പോൾ ഇതായ പോരെ. ഫയർ പ്ലേസ് എടുത്തോട്ടെ. നല്ല സാധനമല്ലേ? ആഡ് ടു കാർട്ട്. ബെഡ്. നല്ല ബെഡൊക്കെ ഉണ്ട് കേട്ടാ. എൻ്റെ ഇപ്പോഴത്തെ ബെഡ് ഒരുമാതിരി അലമ്പ് ബെഡാ. 2600 ഏറ്റവും കൂടിയ ബെഡ്. ഓക്കെ, ഇതേത് കളർ എടുക്കണം? ബ്ലാക്ക് ഇരിക്കട്ടെ. ഇനി എന്താ സ്റ്റാൻഡ് എടുത്ത്? പിക്ചേഴ്സ് ഒന്നും ഇപ്പോൾ വേണ്ട. ഡെക്കറേഷൻ നമ്മൾ ഓൾറെഡി ചെയ്ത് കുറേ. ഇനി വേണ്ട. നല്ലൊരു ഡ്രസ്സ് ഇരിക്കട്ടെ. അപ്പോൾ നമ്മൾ ആ സാധനം കൂടി വരുത്തിയതിന് ശേഷം ലൈവ് ഇടുന്നതാണ്. കാരണം 3 മണിക്കൂറാ ഇത്. ഇനി എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? ഇനി പൊക്കോ. അപ്പം ഞാൻ ബെഡ് ഇടാൻ പുതിയ റൂം നോക്കണല്ലോ ഇനി. അയ്യോ, ഞാൻ ആളി എടുക്കാം. നല്ലത്. ഓക്കെ, ഇനി എൻ്റെ ഒക്കെ അടുത്ത് ഇവിടെയാണ് കേട്ടോ. ഞാൻ ബെഡ് കൊടുത്തിട്ട് ഇവിടെ ഇടാൻ പോണ ഹാളിൽ. ഫ്രിഡ്ജ് ഇവിടെ എടുക്കട്ടെ. ഇവിടെ ഇരിക്കട്ടെ ഫ്രിഡ്ജ്. വാഷിംഗ് മെഷീന്
ശരിയല്ലേ, ഇവിടെ വിട്ടിടാം. സ്ഥലമുണ്ട്. അയ്യോ, ഇവിടെ ഭയങ്കര സൗണ്ടാണ്. വെരി നൈസ് പൊസിഷൻ. ഈ എ സി ഒക്കെ ഞാൻ ഒന്ന് കൊണ്ടുപോയിട്ട് അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറായിരിക്കും. എന്നിട്ട് ഞാനൊരു ലൈവ് അങ്ങോട്ട് ഇടും. ഓക്കെ. ഐ നീഡ് മെഡിസിൻ, ഐ ഫീൽ ഡിസിയാ. അതൊന്നും പറ്റത്തില്ല. ഞാനോ മെഡിസിൻ. ഓക്കെ. എന്തോ വേണം ഇനി. ചിൽഡ് റൂമാണത്. ചൂട് കൂടുമ്പോൾ എ സി ഉണക്കാം. ഓക്കെ. ഇവിടെ ഇരിക്കട്ടെ. ഓണാക്കുമ്പോൾ എത്ര കയറണോ? അയ്യോ, തണുപ്പൂടി. എന്നാലും തണുപ്പാണല്ല. ഓക്കെ, അത് കൊള്ളാം. 23. ഞാൻ പോയിട്ട് കുറച്ച് ഫുഡ് ഓർഡർ ആക്കട്ടെ. ഫുഡ് ഇതാണ് എനിക്ക് വേണ്ടിയത്. ഇവിടെ മറ്റേ സാധനം ഇവിടെ. എനർജി ബാർ. വെള്ളം ഇരിക്കട്ടെ. ഞാൻ ലൈവ് ഇടുമ്പോൾ ഇതിനൊന്നൊരു കുറവുണ്ടാവരുത്. ഇനി ഒന്ന് പോയി ഉറങ്ങാൻ പറ്റുമോ? ടൈമായി. സന്തോഷായി. ഞാൻ എന്താ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു? ഫേസ് ക്യാമൊക്കെ വെച്ചിട്ടാ ഫുൾ സെറ്റപ്പ് ആയിട്ട് ലൈവ്. ബെഡ്, ഫേസ് ക്യാം. അയ്യോ, വാഷിംഗ് മെഷീനാ. തൽക്കാലം ഇവിടെ ഇരി. എന്താ? തലയിരിഞ്ഞ ഫയർ പ്ലേസാ. ഇങ്ങോട്ടായിരുന്ന. ഓക്കെ. ആരാ? ഫുഡ് വന്നതാ. എൻ്റെ പൊന്നോ, എന്ത് വലിയ ഫ്രിഡ്ജ് ഇത്. ഓക്കെ, അതിൽ കുറെ സാധനം വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കാം. ബെഡായി. ശിമ്പിട്ട് ഫ്രിഡ്ജിൻ്റെ അടുത്തിരിക്കട്ടെ. അതാകുമ്പോൾ രാത്രി വെള്ളം കുടിക്കാൻ തണുപ്പുണ്ടല്ലോ. ഇതെന്താ സോഫ? ഇതൊക്കെ ആർക്കാ, എന്തിനാണെന്ന് എന്നോട് ചോദിക്കരുത്. ഒരു രസം. കയ്യിൽ കാശുണ്ട്, അതുകൊണ്ട് വാങ്ങി. ഇത് കണ്ട, ഈ ഞെക്കി പിടിച്ചാൽ കൈ കീറും. ഞാനത് പഠിച്ചു. ഹിഹി, നമ്മളൊരു മണ്ടനായിരുന്നു. ഏതാ ബാത്ത് ടബ്? എന്തോ വേണം ഇനി. ഞാൻ അവിടെ ഇരിക്കണങ്ങ് വന്നേ. ഓക്കെ, ആദ്യം കുളിക്കുക എന്നിട്ട് സാധനത്ത് കൈ പിടിക്കുന്ന. ഓക്കെ, അപ്പോൾ കുളി പാസ്സാക്കി. ഈ റൂം നല്ല തണുത്തല്ല. ഹൈജീൻ കൂടി. ഐ ഡോണ്ട് വാണ്ട് ടു ഡു ദിസ്. അയ്യോ, ശരിയാ. അപ്പം അതിലൊരു പാടുണ്ട്, 10 മുമ്പ് വാതിലടക്കണമെന്ന്. ഇവിടെ എന്തുകൊണ്ടെന്നോ അയാൾ ടോയ്ലറ്റ് പോകുമ്പോൾ. ഇനി മെഡിസിൻ വാങ്ങിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ? ടോയ്ലറ്റ് തീർന്ന കുടിക്കും വേണം ഇനി. ഓക്കെ, അപ്പോൾ അത് സെറ്റ്. ഇനി ഞാൻ ഫേസ് ക്യാം കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈവ് പോവാം.
ഓക്കെ അപ്പം സെറ്റ്. അപ്പം ഞാൻ ലൈവ് ഇടാൻ പോകുന്നു. എൻ്റെ ക്യാമറ ഓണായോ? ഓ സെറ്റ് സെറ്റ് സെറ്റ്. ഞാൻ ഫുൾ മാക്സിമം കേട്ടാ, ഫുൾ മാക്സിമം ക്വാളിറ്റിയിൽ ലൈവ് ഇട്ട് നോക്കാൻ പോവുകയാണ്. കത്തുമില്ല എന്നുള്ള എനിക്ക് അറിഞ്ഞൂടാ. എനർജി ലെവൽ 94 ഉണ്ട്. ടെസ്റ്റ് സ്ട്രീം ഒന്നല്ല, മെയിൻ സ്ട്രീമാ. എവിടെ? ബ്ലെൻഡറിൽ പോയി ലോഗിൻ ചെയ്ത്. ഓക്കെ, ലോഗിൻ ചെയ്ത് ഞാൻ ലൈവ് ഇടാൻ പോകുന്നു. അടുത്ത ദിവസം കണ്ടോ എനിക്ക് പാർട്ട്ണർഷിപ്പ് കിട്ടും. കണ്ടോ 36,000 സബ് ഉണ്ട്. നല്ല കാശൊക്കെ കിട്ടുന്നുണ്ട്. CSGO ലൈവ് സെറ്റ്. അപ്പോൾ ഷെഡ്യൂൾ ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു. എത്ര പേര്? 36,000 സബ് ഉണ്ട് എനിക്ക്. ഇവിടെ തുടങ്ങി വെക്കുന്ന ഇവിടെ ഇരിക്കുന്നതാണ് ഞാൻ. ഓ ഇത് മാറ്റിയേക്കാം കേട്ടാ. ഐ ബോട്ട് ചിപ്സ് ആൻഡ് ആയിക്കോട്ടെ. ഓക്കെ, ഇത് ഇവിടെ ഇരിക്കട്ടെ. ചാറ്റൊന്നും എനിക്ക് കാണണ്ട. ഓ ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇനി എന്താ ഉള്ളത്? ഞാൻ എന്താന്ന് നോക്കാൻ വിചാരിച്ചല്ലേ. ഫേസ് ക്യാം കുറച്ച് പൊക്കി വെക്കണല്ലോ അത്. കുഴപ്പമില്ല, എന്നെപ്പം കാണുന്നുണ്ട് അങ്ങനെ. 1998. ഓ ഡൊണേഷന് $38 വെച്ചിട്ട് ഡൊണേഷൻ വരുന്നത് കേട്ടാ. അപ്പം ഞാൻ ലൈവ് തുടങ്ങാൻ പോട്ടെ. അല്ല ലൈവ് അല്ലല്ല, സ്റ്റീം ഓപ്പൺ ആക്കി ലൈബ്രറി എടുത്തു. ഞാൻ ഇപ്പോൾ കൗണ്ടർ സ്ട്രൈക്ക് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. ഇതിവിടെ ഇരുന്നോട്ടെ എനർജി ലെവൽ കാണാൻ വേണ്ടിയിട്ട്. തൊത്തുടൂനെനിക്ക് ഇഷ്ടമല്ല, തൊത്തുടൂൻ്റെ സൗണ്ട് ഓഫ് ആക്കിയിട്ടെ. അവിടെ എനിക്ക് മൊത്തം കത്തലും പറയട്ടെ. ഞാൻ ചിൻ്റെ കത്തലാന്നാ, പക്ഷേ ഇതായിരുന്നു. ഏക്കർ വന്ന് BGAN അയ്യോ 2 ദിവസം കളിക്കണ്ടേ, മറന്ന്. ഞാൻ ടൈപ്പ് ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ. അതായിരുന്നു എൻ്റെ ആസ്. ഓക്കെ, അപ്പോൾ ഞാൻ റാങ്കഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻ്റെ റാങ്കഡ് ലെവൽ 1 കേട്ടോ ഇപ്പോഴത്തെ. കണ്ടോ വശത്ത് തീരുമ്പോൾ ഞാൻ അടിപൊളിയാവും. ഇത് കിട്ടുമ്പോഴത്തേനോ എനർജി ഒന്ന് ഫുള്ളാക്കിയിട്ട് തരാം. എനർജി ഫുള്ളല്ലെങ്കിൽ ലൈവ് ഇടയ്ക്ക് വെച്ച് കട്ടായിപ്പോ. നൂറാക്കി. ഓക്കെ സെറ്റ്. അയ്യോ മാച്ച് ഫൗണ്ടായാ. ഞാൻ എൻ്റെ 74 FPS. തോക്ക് വാങ്ങിക്കാൻ കാശുണ്ടോ? 800 ഉണ്ട്. കണ്ടോ കേട്ടോ, ഞാൻ വിഷയം കളിയോ. അവിടെ വേറെ മാപ്പൊന്നുമില്ല ഇതിന്. അത് മറ്റേ FPS ഡ്രോപ്പ് ആയിട്ട് പിള്ളപ്പോൾ കളിച്ചിരുന്നു. പക്ഷേ എവിടെ ഇതില് ആൾക്കാരെന്ത് ചെയ്യേ? ഒരുത്തനെ ഞാൻ കൊന്നു. എന്നിട്ടാണ് ഞാൻ ചത്തത്. കുഴപ്പമില്ല, ഒരുത്തനെ കൊന്നിട്ടല്ലേ ചത്തത്, ഒരു പ്രശ്നമില്ല. പക്ഷെ അടുത്ത കളി കണ്ടോ, അടുത്ത കളി ഞാൻ 3 പിക്ക് എടുക്കും. അല്ല 2 പിക്ക് എടുക്കും. 2 എടാ അടിയടാ, അത്രേ ഉള്ളൂ. അടുത്തവരെന്ത് ചെയ്യേ? കേട്ടുവാ, ഇത് മെറ്റടിക്കൂല്ലേ ഇതിരിക്കുമല്ലേ? ഇതിന് ആൾക്കാർ ഇവിടെ ഒക്കെ ഉണ്ട്. ഓടിവാ വാ കൊല്ലവനെ കൊല്ല്. അവനോടാ ദേ പോണവൻ. വാ ദേ പോണ്. നമ്മൾ തോക്ക് വാങ്ങിക്കട്ടെ. ഇനിയാണ് കളി ആരംഭിക്കുന്നത് കേട്ടാ. ഇനി എല്ലാണത്തിന് അടിയാണ്. നമ്മളെ CSGO ലൈവാണ്. CSGO ലൈവ് എവിടെ ആൾക്കാരിത്?
ചത്താന്ന് അണക്കടാവൂലേ ഇറ്റ് ആർമർ ഉണ്ട് അതില്. ഓ ആർമർ വാങ്ങിക്കഞ്ഞ് കാശില്ല. എടാ അവന്മാര് കൊന്നു തീർക്കുന്ന ആൾക്കാരൊക്കെ. തീർക്കല്ലേ ആള് വരാണ്ട്. ആ അതേ കൊണ്ടോ ഒരു വിക്ക്, 2 വിക്ക്. അവൻ വിക്ക് എടുത്തെന്ന് കാണിച്ചത്. ഞാൻ ജയിച്ചേട്ടാ. പക്ഷെ 2 വിക്ക് ഞാൻ എടുത്തായിരുന്നെങ്കിലും. അതേ പോന്നവൻ. ഒരു വിക്ക്. ഒരുത്തനെ അങ്ങോട്ട് പോയിരുന്നേ. എടാ അവന് പിങ്ങാവണം ഏട്ടാ. ഞാൻ അവനെ അടിച്ചു ഫസ്റ്റ്. അവൻ വീഴുന്ന അനിമേഷനിലാണ് എന്നെ അടിച്ചത്. അതെന്തൊരു കളി. എടാ എൻ്റെ വാച്ചിങ് ഉണ്ട് നിങ്ങള് 2000 വാച്ചിങ്. ഒരേറ്റ് ഞാൻ കുറച്ച് സ്നിക്കേഴ്സ് കഴിച്ചിട്ട് തരാം. എനർജി ഇല്ല. എനർജി ലെവൽ 40ആയി. ഞാൻ മറന്നായിരുന്നു അത് ഇടയ്ക്ക് വെച്ചിട്ട് ചേട്ടാ. അങ്ങനെ ചാവുമ്പോഴൊക്കെയാണ് ഓർമ്മ വരിക. ചാവുന്നതുകൊണ്ടപ്പോൾ ഉപകാരമുണ്ട്. ഓക്കെ എടേ ഇത് തീർത്തില്ലേ? തീർക്കാൻ കൊണ്ട് കളി തീർക്ക്. ഒരു കളി മേടിച്ചിട്ട് എനിക്ക് വീഡിയോ അവസാനിപ്പിക്കാനുള്ളതാ. കൊല്ലവനെ. ഇവനെന്തൊരു പൂത്തിലെത്തിക്കുന്ന ചത്തിട്ട്. ടെററിസ്റ്റ് വോൺ. ഓക്കെ ഈ കളി വിഷയം കളിയോ. ആർമറൊക്കെ ഉണ്ട്. ഇത് 1 ടാപ്പ് കണ്ട 1 ടാപ്പ് ഉണ്ട്. അവനെന്തൊരു വിളിച്ചിരിക്കുന്നു. അവിടെ വന്ന അടിയടാ. ധൈര്യപൂർവ്വം കളി. അവിടെ ഈ എലിക ഹാക്കറാവണം കേട്ടോ. അവൻ ഞാൻ വീണിട്ട് തന്നെ അടിക്കുന്നുണ്ട്. അങ്ങോട്ട് കയറി. അവനെ അടി 2 ഈസി പിക്ക് ഏടക്കത്. ഈ കളി പൊട്ടണം എന്നിട്ട് ഞാൻ ജയിപ്പിക്കണം അടുത്ത കളി. 1v4 അടിച്ചിട്ട്. അയ്യോ ജയിച്ചു. അവര് ജയിച്ചു. തോക്കില്ല. അയ്യോ അങ്ങനല്ല. ഞാൻ ക്യൂ അമർത്തുന്ന ഇടക്കിടക്ക്. എൻ്റെ കയ്യിൽ തോക്ക്. സൂക്ഷിച്ച് കളിക്കണം ഈ കളി. ഇവിടെ 1 ഷോട്ട്. എൻ്റെ ഒറ്റടിക്കാൻ ചത്ത്. ഒറ്റനെ അടിച്ച് ഇല്ലാണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടാ. ഇവിടെ ആള് വരണ്ടാണല്ല. ആള് വരേണ്ടതാണ്. ഷോട്ട് വെച്ചിട്ടൊക്കെ ആരും അടിക്കുന്നുണ്ട് കേട്ടാ. തീർന്നു. എവിടാ? പുറത്തോടാ. അവിടെ ഇത് കളി പൊട്ടുവോ? അവിടെ ഞാൻ കളി ജയിച്ചില്ലേ? 3 വിക്കെടുത്ത് ഞാൻ. യോടോ ലാസ്റ്റ് മാൻ. അടാ ഇവൻ്റെ ലേക്കേം ആയതുകൊണ്ടാടാ. ഞാൻ വിഷയം കളി കളിച്ചിട്ട് വന്നിരുന്ന കേട്ടാ. എൻ്റെ ഒരു ടീംമേറ്റ് ഉണ്ടല്ലോ. കണ്ടു എടാ ഞാൻ അടിച്ചു വെച്ചിട്ടുണ്ട്. അടി ജയിച്ചി 92%. ഓഹോ അത് കൊള്ളായിരുന്നു. അപ്പം നമ്മൾ കൗണ്ടർ സ്ട്രൈക്ക് കളിച്ചു. നമ്മൾ പ്രോ ആയി. 2300 വാച്ചിങ് ഉള്ളു കേട്ടോ. വ്യൂസ് കുറവാണല്ല. 37,000 സബ്ബൊക്കെ ഉണ്ടായിട്ട് 800 സബ് പോയി. ഞാൻ സൂപ്പർ ചാറ്റൊക്കെ ഒന്ന് വായിക്കട്ടെ. യു ആർ ഡൂയിങ് കൂൾ ലൈക്ക് ദിസ്. കൂളാ? അത് ഞാനല്ല, അത് അബു. എന്തോ ദർ ആർ പബ്ലിക്കേഷൻസ് ദാറ്റ് ഐ ഡോണ്ട് ലൈക്ക് ജനറലി ആണല്ലേ. ഒന്നും മനസ്സിലായില്ല. ഷോഡ് തിഗോറിക്.
ഐ കെയിം റൈറ്റ് അവേ വെൻ ദ നോട്ടിഫിക്കേഷൻ കെയിം. ആ പോയല്ല. കേണേ ഓക്കെ. ഈ സ്ട്രീമിങ് എ ഡിഫിക്കൽട്ട്. നോ 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 ഈസി ഈസി. ഉറങ്ങുന്നു വേണ്ട, ഈസി. ആ എനിക്ക് വയ്യവന്മാർ അലമ്പാണ്. അവന്മാർ ഹേറ്റ് ഉണ്ടാക്കുന്നു ചാറ്റിലേക്ക്, ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ അത് തീർന്നു. വന്ന് അടുത്ത ഡൊണേഷൻ. ആ പോട്ടെ. 11 2400 വാച്ചിങ്. ഇനി എന്തൊരു ചെയ്യും? ഓ സ്നിക്കേഴ്സ് കഴിച്ചിട്ട് വരാം. ഒരു കളിയും കൂടി പോകണം. വേണ്ട വേണ്ട വേണ്ട, ഞാൻ നിർത്തുവാണ്. ഇപ്പം തന്നെ 20 മിനിറ്റായി വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ സിഫ കളിച്ചാലെന്നാലേക്കോ. സിഫ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. നിങ്ങൾ കമൻറ്റ് ചെയ്യും അടുത്ത വീഡിയോയിൽ ഏത് കളിക്കണം എന്നുള്ള കമൻറ്റ് ചെയ്യും. ഇത് സി എസ് കോഡ് വീഡിയോ വരുന്നത്. അടുത്ത വീഡിയോയിൽ ഏത് ഗെയിം കളിക്കണം ഞാൻ ഗെയിംസ് കാണിച്ചു തരാം. നിങ്ങൾ നോക്കി കമൻറ്റ് ചെയ്യൂ. ആ ഇവന്മാർ ഇരുന്നോട്ടെ. ഇവന്മാർ ഇതല്ലല്ല സ്റ്റീം. അതായത് എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഇത് മിച്ചർ ഉണ്ട്, മിച്ചർ 3. ഓക്കെ. ഫോൾ ഗാങ് ഉണ്ട്, ഫോൾ ഗാങ്. സൈബർ പ്രാങ്ക് 2066 ഉണ്ട്. ഓക്കെ. ദ പാസ്റ്റ് ഓഫ് അസ് ഉണ്ട്, ഡാർക്ക് സുൽസ് ഉണ്ട്, റോക്കറ്റ് സോക്കർ ഉണ്ട്, സിഫ ഉണ്ട്. ഇതിലിപ്പോൾ നമ്മൾ കൗണ്ടർ സ്ട്രൈക്ക് കളിച്ചു. ഇനി അടുത്തത് ഏത് ഗെയിം എന്നുള്ളത് പറഞ്ഞോളൂ, കമൻറ്റ് ഇട്ടോളൂ. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. 8 ഗെയിമും ഞാൻ കളിച്ചിരിക്കും നിങ്ങൾ പറയുവാണെങ്കിൽ കേട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ലൈവ് നിർത്തുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. എല്ലാവരും ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏതാ ഗെയിമെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. ഞാനൊന്ന് ഇത് കാണിച്ചു തരാം. എൻ്റെ ബിറ്റ് കോയിൻ 2 ബിറ്റ് കോയിൻ. ഏതാ വില കുറഞ്ഞേട്ടാ? അപ്പോൾ വെക്കുന്നില്ല ഞാൻ. ഓക്കെ ഗ്രൈൻഡ് ആവുന്നുണ്ടോ ബിറ്റ് കോയിൻ? കൊള്ളാം. അപ്പോൾ ബൈ ഗൈസ്. ടാറ്റാ.